So much, Adida. So happy to be here once again. ഇതിനു മുന്നേയും യൂണിവേഴ്സിൻ്റെ ജൈത്ര യാത്ര തുടർന്നുകൊണ്ടിരിക്കും ഒരു ആനിവേഴ്സറിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വളരെയധികം പ്രൗഡ്ഫുൾ ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഗസ്റ്റായിട്ട് വരാൻ പറ്റിയതിൽ. കാരണം ഒരുപാട് കോച്ചസ് ഉണ്ടെങ്കിൽ കൂടി അതിൽ എന്താ പറയുക ബെസ്റ്റ് പെർഫോമർ അവാർഡ് വാങ്ങിക്കുകയും ആ പെർഫോമർ അവാർഡ് ശരിക്ക് അർഹിക്കുന്ന രീതിയിൽ തന്നെ അക്ഷരാർത്ഥത്തിൽ അതിന് മീനിങ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് 100-ലേറെ മെൻറ്റീസ് ഒക്കെ ഉള്ള വലിയൊരു പ്രസ്ഥാനമായിട്ട് യൂണിവേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നറിയുമ്പം ആ പേര് പോലെ തന്നെ ഒരു യൂണിവേഴ്സ് ആയിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഏതായാലും ഇന്ന് എന്താ പറയുക അതീതയുടെ സ്റ്റുഡൻസ്, അപ്പം അവർക്കൊക്കെ ഇടയിലേക്ക് ഒരു ഗസ്റ്റായിട്ട് വരാൻ എനിക്ക് അവസരം തന്നതിന് ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും പ്രത്യേകിച്ച് അതീതയോട് വളരെയധികം നന്ദി പറയാണ്. എനിക്ക് തോന്നുന്നു ഇന്നിവിടെ മെയിനായിട്ട് നിങ്ങളുടെ ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ചില ടോക്കുകളും സെലിബ്രേഷനൊക്കെ ആയിരിക്കും. അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ സിംപ്ലി പറഞ്ഞാൽ ഇവിടെ ഒരു ജേർണൽ പബ്ലിഷ് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളും പിന്നെ ചെറിയ എന്തെങ്കിലും ഒരു 2 വാക്ക് പറഞ്ഞ് പിൻവാങ്ങാന്നുള്ളതാണ് അർപ്പിച്ചിട്ടുള്ള കർത്തവ്യം. അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നു ഡയറക്റ്റായിട്ട് ഞാൻ ജേർണലിൻ്റെ പബ്ലിഷിങ്ങിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ അതീത? ഫൈൻ. അപ്പോൾ ഒരു മൈൻഡ് പവർ ജേർണൽ ശരിക്കും അതൊരു റെവല്യൂഷനാണ്. എനിക്ക് തോന്നുന്നു മൈൻഡ് പവർ പഠിപ്പിക്കുന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട്. ഇപ്പോൾ നമ്മളെ കോച്ചസ് തന്നെ 150ഓളം കോച്ചസ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു പ്രോഡക്റ്റ് എസ്പെഷ്യലി കുറച്ചുകൂടി ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ബേസ് ചെയ്തിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ജേർണലായിരിക്കാം മൈൻഡ് പവർ ജേർണൽ. അതിൻ്റെ പബ്ലിഷിങ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഡേയിൽ ഈ നൈറ്റിൽ എന്താണ് എല്ലാവിധ ബ്ലെസ്സിങ്സോടും കൂടിയിട്ട് നിങ്ങളുടെയൊക്കെ പെർമിഷനോട് കൂടിയിട്ട് അതീത വർക്ക് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിൽ നിന്നും പുറത്തേക്ക് വരുന്ന പുതിയ അതായത് ഓഡിയൻസിനൊക്കെ വലിയൊരു ഗിഫ്റ്റാണിത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ലോഞ്ച് ചെയ്യാണ്. എല്ലാവിധ വിഷസും എല്ലാവിധ ബ്ലെസ്സിങ്സും അറിയിക്കുന്നു. അതീതയുടെ ഈ ഒരു മൈൻഡ് പവർ ജേർണൽ എന്ന കോൺസെപ്റ്റിനും ഒരുപാട് പേർക്ക് അതിൻ്റെ ഗുണം ലഭിക്കട്ടെ, അതിൽ നിന്നും ട്രാൻസ്മേഷൻ ഉണ്ടാവട്ടെ, എൻലൈറ്റൻമെൻറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, ആശീർവദിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. വണ്ടർഫുൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ആദ്യ മാസം ഇവിടെ വിട പറയാണ്. ഇനി നമുക്ക് ഈ വർഷത്തിൽ 11 മാസമാണ് ബാക്കിയുള്ളത്. ശരിക്കും ഇനി വരാനിരിക്കുന്ന ആദ്യത്തെ ഒരു മാസം ട്രയൽ റണ്ണാണെന്നാണ് പറയാം. പലരും ബക്കറ്റ് ലിസ്റ്റൊക്കെ ചെയ്തു, പല കാര്യങ്ങളും തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ടായി, വിഷ് ലിസ്റ്റൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഒരു ട്രയൽ റണ്ണാണ് ഈ ആദ്യ മാസം നടക്കുക. അതിനുശേഷം തീരുമാനിക്കൽ ഇത് മുന്നോട്ട് പോയില്ലേ എന്നുള്ളൊരു കാര്യം. ഈ ട്രയൽ റണ്ണൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് ജാനുവരി 31 ആണ്. നാളെ പുതിയൊരു മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്, ഫെബ്രുവരി. ആക്ച്വലി ഇനി വരാനിരിക്കുന്ന 11 മാസത്തേക്ക് ശരിക്കും നമ്മുടെ കാര്യങ്ങളൊന്ന് ട്രാക്ക് ചെയ്തെടുക്കാനും ഈ ജേർണൽ കുറച്ചുകൂടി നമ്മളെ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അതിൽ എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും നമ്മുടെ വെൽനെസ്സിന് വേണ്ടി, മെൻ്റൽ വെൽനെസ്സിന് വേണ്ടി എല്ലാ ഏരിയാസും അതിൽ ടച്ച് ചെയ്തതായിട്ട് കണ്ടു. ഇപ്പോൾ അഫർമേഷൻസ്, മെഡിറ്റേഷൻ, എക്സസൈസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ജേർണലിങ് എല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് യൂണിവേഴ്സിലെ സ്റ്റുഡൻസ് എന്നതിനപ്പുറത്തേക്ക് ജനറലി പബ്ലിക്കിന് തന്നെ യൂണിവേഴ്സിനെ പരിചയപ്പെടുത്താനും അതിൻ്റെ ഗുണം കിട്ടാനും വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവിധ വിശ്വാസം അറിയിക്കാനും. അതുപോലെ തന്നെ 3 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ സമയമൊന്നുമല്ല. 2020 കോവിഡിൻ്റെ ഒക്കെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള മൊമെൻറ്റിലാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്ന അതീതൊക്കെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിന് വരുന്നത്. വളരെ റിസ്കി ആയിട്ടൊരു പ്രോഗ്രാമായിരുന്നു. വളരെ റിസ്കി എന്ന് പറഞ്ഞാൽ ആരും പ്രോഗ്രാം ചെയ്യാൻ ധൈര്യപ്പെടാത്ത സമയത്ത് നമ്മളൊരു പ്രോഗ്രാം വിളിക്കുന്നു. അത് നമ്മൾ വിളിക്കാൻ കാണിക്കുന്ന ധൈര്യത്തിനപ്പുറത്തേക്ക് കോവിഡിൻ്റെ ഇത്രയും പ്രോട്ടോക്കോൾ ഉള്ള സമയത്ത് വീട് വിട്ടിട്ട് കുറച്ച് ദിവസം റെസിഡൻഷ്യലായിട്ട് സ്റ്റേ ചെയ്ത് പഠിക്കാനായിട്ട് ഹോട്ടലിലേക്കൊക്കെ വരുമ്പം അതിന് അവിടെ ഓരോ പാർട്ടിസിപ്പൻസ് എടുക്കുന്ന റിസ്ക്കും വളരെ ഹ്യൂജാണ്. ആക്ച്വലി നമ്മൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ റിസൾട്ട് നർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ ആ രീതിയിൽ ആ സമയത്ത്
വലിയൊരു റിസ്ക് എടുത്ത് വന്ന പാർട്ടിസിപ്പൻറ്റ് തന്നെയാണ് അതീത എന്ന് പറയുന്നത് 2020. അന്നത്തെ ബെസ്റ്റ് പെർഫോമർ എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. കാരണം ഇത്രയും റിസ്ക് എടുത്ത് നിൽക്കുന്ന ഘട്ടത്തിലുള്ളൊരു പ്രോഗ്രാമിൽ ഒരു ബെസ്റ്റ് പെർഫോമർ അവാർഡൊക്കെ വാങ്ങിക്കുന്നത് ഇറ്റ്സ് റിയലി അമേസിങ്. അപ്പം അന്നത്തെ സിറ്റുവേഷൻ നമുക്കറിയാം, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആ സിറ്റുവേഷനും എല്ലാം തരണം ചെയ്ത് 3 വർഷത്തോളം ഈ ഒരു പദ്ധതി, ഈ ഒരു യൂണിവേഴ്സുള്ള പ്രോഗ്രാം അത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പല ചലഞ്ചുകളും ഒക്കെ കടന്നു വന്നിട്ടും അതിലൊന്നും അടി പതറാതെ അതിൽ തന്നെ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പെട്ടെന്നാണ്. ഇറ്റ്സ് റിയലി അമേസിങ്, ഇൻസ്പയറിംഗ് എന്നുള്ള. അപ്പം നമ്മളിലുള്ള ഈ മീഡിയം ടോക്സിൽ തന്നെയുള്ള ജൂനിയർ കോച്ചുകൾക്കൊക്കെ ശരിക്കും നല്ലൊരു ഇൻസ്പയറിംഗ് അഡ്മയറിംഗ് ആണ് അതീത എന്ന് പറഞ്ഞാൽ. അതിൽ യാതൊരു സംശയവും ഇല്ല. ഇങ്ങനൊരു പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നു, ഒരുപാട് പേരുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കേൾക്കുന്നു. ഒരു മാസ്റ്റർ കോച്ച് അല്ലെങ്കിൽ ഒരു ഗൈഡ് എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ സ്റ്റുഡൻസ് അവരുടെ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു. അവിടെ വരുമ്പോൾ അവരുടെ സ്റ്റുഡൻസ് നമ്മൾ പഠിപ്പിച്ച സ്റ്റുഡൻസിനെ പറ്റിയിട്ട് അവർക്കുണ്ടായ മാറ്റങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിലേറെ വലിയൊരു സന്തോഷം മറ്റൊന്നും ഇല്ല എന്നുള്ള. ഇപ്പം അതീതനെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെയും സ്റ്റുഡൻ്റാണ്, അതുപോലെ തന്നെ എൻ്റെ ഗുരു ഡോക്ടർ പി വിജയൻ അദ്ദേഹത്തിൻ്റെയും സ്റ്റുഡൻ്റാണ്. രണ്ടുപേരും എൻ്റെ ഗുരുവിൻ്റെയും സ്റ്റുഡൻ്റാണ് എന്ന വലിയൊരു ഹോണറിങ് അതീതയ്ക്ക് പ്രത്യേകമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ സന്തോഷമുണ്ട് ഇതിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ. അപ്പം പലപ്പോഴും ഡോക്ടർ വിജയൻ സാർ, എൻ്റെ ഗുരു, പലപ്പോഴും പറയാറുണ്ട്, ഈ സാറിന് ഈ നോബൽ സമ്മാനം കിട്ടുന്ന സന്തോഷമാണ്, വേറെ ഒരുപാട് റെക്കഗ്നീഷൻ വന്നാൽ അതിനേക്കാളും വലിയ സന്തോഷമാണ് നമ്മൾ പഠിപ്പിച്ച ആളുകൾ അവരുടെ ചേഞ്ച് എന്ന് പറയുമ്പം, അവരുടെ റിസൾട്ട് കേൾക്കുമ്പോൾ വലിയ ഒരു ഹോണറിങ് കിട്ടിയ ഫീലാണ്. ആ സെയിം വാക്കുകൾ ഞാനും ഈ വേദിയിൽ കടമെടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. എനിക്കും ഭയങ്കര ഹോണറാണ് ശരിക്കും. ഇത് യൂണിവേഴ്സ് ഇത്ര എത്തിയെന്ന് പറയുമ്പോൾ അത് എനിക്ക് കൂടി അതിൽ ഭയങ്കര ഹോണറായിട്ട് ഫീൽ ചെയ്യാണ്. അപ്പോൾ ഇനിയും നമ്മളെ പ്രൗഡാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു എന്താ പറയുക, സ്പിരിച്വൽ സൈക്കോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് ഇൻ്റർപ്രറ്റ് ചെയ്താൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ തൃപ്തികളിൽ, സാറ്റിസ്ഫാക്ഷനുകൾ, ദർ ആർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. പലതും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കും. എന്നാൽ കുഞ്ഞുനാൾ മുതലേ ഒരാൾ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റസ്റ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് അപ്രീസിയേഷൻ ഫ്രം ദ മൈൻഡ് ഓഫ് മാസ്റ്റേഴ്സ് ഓർ ഗുരൂസ്. ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്നും ഗുരുക്കന്മാരുടെ അടുത്തുനിന്നും കിട്ടുന്ന ഒരു അപ്രീസിയേഷന് വേണ്ടി കുട്ടികൾ ക്രേവ് ചെയ്യാറുണ്ട്. ആക്ച്വലി ആ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ റിയൽ അച്ചീവ്മെൻ്റ് ആണ്. നമ്മൾ എന്തൊക്കെയോ അച്ചീവ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മൾ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ നമ്മളുടെ ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്ന, തൃപ്തി ജനിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് അത് മാറുന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു സംശയവുമില്ല, അതാണ് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ടറി ലെവൽ എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അതീത 100% അർഹിക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാവരും ഒരുപാട് കഴിവുള്ളവർ ഈ സമൂഹത്തിലുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ടാലൻറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ടാലൻ്റ് ഉള്ളവരെക്കാളും കൂടുതൽ മുന്നോട്ട് പോകാറുള്ളത് ടാലൻറ്റിന് അപ്പുറത്തേക്ക് പോകും. കുറച്ച് ടാലൻറ്റ് മതി, പക്ഷെ കൺസിസ്റ്റൻസി ഉള്ളവരാണ് എപ്പോഴും വിജയിക്കാറുള്ളത് എന്നുള്ളതാണ്. ഇപ്പം നമുക്കൊക്കെ അറിയാവുന്ന കാര്യം, നമ്മളെക്കാളൊക്കെ ഏറ്റവും നല്ല ടാലൻ്റുള്ള എത്രയോ ടാലൻറ്റുകൾ ഈ ചുറ്റിലുണ്ട്. പക്ഷെ അവർക്കൊന്നും അവരുടെ ടാലൻറ്റുകൾക്ക് അനുസൃതമായിട്ടുള്ള കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതീതി ഏറ്റവും ഡിഫറെൻ്റ് ആക്കുന്ന, ഷീ ഈസ് വെരി ടാലൻറ്റഡ്, അതിൽ യാതൊരു സംശയമില്ല. അതിനേക്കാൾ ഉപരി കീപ്പ് ചെയ്യുന്ന കൺസിസ്റ്റൻസിയാണ്. അത് വലിയൊരു പാടുണ്ട് നമുക്ക് എന്നുള്ളത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എന്ത് വന്നാലും ആ പ്രോഗ്രാമുകൾ ഒഴിവാക്കാതെ അത് കൊണ്ടുപോകുക എന്നുള്ളത്. എനിക്ക് വളരെ സന്തോഷം തോന്നി ആ വീഡിയോ ഫീഡ്ബാക്ക് കേട്ട സമയത്ത്. ഏത് സമയത്തും അവൈലബിൾ ആകുന്നു, ഏത് രീതിയിൽ ടേക്ക് കെയർ ചെയ്യാനൊക്കെ റെഡിയാണ് എന്ന് പറയുമ്പം വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ കേട്ടതിലും അങ്ങനെ അറിയാൻ സാധിച്ചതിലൊക്കെ. അപ്പോൾ ഇവിടെയുള്ള യൂണിവേഴ്സിൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും വളരെ ബ്ലെസ്ഡ് ആണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ എത്തിപ്പെടാൻ വേണ്ടി പറ്റി. അവിടുന്ന് നല്ലൊരു മെൻറ്ററിൻ്റെ കീഴിൽ, ഒരു കോച്ചിൻ്റെ കീഴിൽ തന്നെ നല്ല ഗൈഡൻസും ട്രാൻസ്ഫോർമേഷൻ ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടി. മാത്രമല്ല ഒരു വിത്തായി മാറുന്നത്, വിത്തിൻ്റെ ഗുണം കിട്ടുന്നത് വിത്ത് ഗുണം 10 ഗുണമാകുമ്പോഴാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു വിത്ത്, ആ വിത്തിനെ എടുത്ത് അതീത അതിനെ വർദ്ധിപ്പിച്ചു ഇത്രയും ആളുകളിലേക്ക് എത്തിക്കുമ്പം ശരിക്കും ആ അതീതയിൽ ഇട്ടുകൊടുത്ത വിത്തിനെ അതീത പലതായി മുളപ്പിച്ചു. അപ്പോൾ അതീത നല്ലൊരു കർഷകൻ കൂടിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അല്ലേ. നമുക്ക് വേണമെങ്കിൽ ലോകത്തിൽ ഏറ്റവും അമൂല്യമായിട്ടുള്ള, ഏറ്റവും വിലപിടിപ്പുള്ള ഫലങ്ങൾ കായ്ക്കുന്ന മരങ്ങളുടെ വിത്ത് നമ്മുടെ കയ്യിലേക്ക് ആർക്കും വെച്ച് തരാം. പക്ഷെ വെച്ച് തരൽ എളുപ്പമാണ്, ആ വിത്തിനെ മുളപ്പിച്ചെടുക്കലാണ് പ്രയാസം. എല്ലാവരുടെ ജീവിതത്തിലേക്കും നല്ല നല്ല അറിവുകൾ, വിസ്ഡംസ് ഒക്കെ വരുന്നുണ്ട്. അതിൽ വർക്കൗട്ട് ചെയ്താൽ രക്ഷപ്പെടുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ആ വിത്തിനെ നടാനും മുളപ്പിക്കാനും ചിലർ തയ്യാറാവലില്ല എന്നുള്ള. പക്ഷെ അതീത ചെയ്തത് ആ വിത്തിനെ വിശ്വാസത്തോടു കൂടി എടുത്തു, അതിനെ നട്ടു, അതിന് വെള്ളമൊഴിച്ചു, അതിനെ കാത്തു സൂക്ഷിച്ചു. കൊടുങ്കാറ്റ് വന്നപ്പോഴും മഴ വന്നപ്പോഴും അങ്ങനത്തെ പല ഘട്ടങ്ങൾ വന്നപ്പോഴും ഒരു കർഷകൻ ഏതൊക്കെ രീതിയിലാണോ ഒരു വിത്ത് മുളച്ച് ചെറിയ ചെടിയായിട്ട് വരുമ്പോൾ അതിനെ സംരക്ഷിക്കാം,
അതിൻ്റെ എല്ലാ സംരക്ഷണ വലയങ്ങളും ഒരുക്കിയിട്ട് പതറാതെ ആ വിത്തിൻ്റെ കൂടെ നിന്ന് അതിനെ മരമാക്കി ഫലമാക്കി മാറ്റി എന്ന് പറയുമ്പം അക്ഷരാർത്ഥത്തിൽ അവിടെയാണ് വിത്ത് ഗുണം 10 ഗുണമായി മാറുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൈവം തമ്പുരാൻ പോലും ഇഷ്ടപ്പെടുന്നത് കിട്ടിയതിനെ വർദ്ധിപ്പിക്കുന്നവനോടാണ് ദൈവത്തിന് ഇഷ്ടമുണ്ടാവുക. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും വന്നു ചേരാം. നിങ്ങളെല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പഠിച്ചവരായിരിക്കും, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ സ്പെഷ്യലിസ്റ്റുകളായിരിക്കും നിങ്ങളെല്ലാവരും. കാരണം പ്രധാനപ്പെട്ട ഒരു ടൂളാണല്ലോ പഠിപ്പിക്കുന്നതിൽ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പം ഈ ദൈവം തമ്പുരാൻ വർധനവ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാൽ നന്ദി കാണിക്കുന്നവരാണ്. അത് നമുക്കറിയാം, ഇൻ ശക്കർത്തും അസീദ് എന്നക്കും, നന്ദിയുള്ളവർക്ക് കൂടുതൽ നൽകും എന്നത് ദൈവം തന്നിട്ടുള്ള ഉറപ്പാണ്. വാക്ക് പാലിക്കുന്നവനാകുന്നു ദൈവം. അപ്പൊ അത് ഉറപ്പാണ്. ദൈവത്തിന്റെ നീതിയിൽ യാതൊരു സംശയത്തിന്റെ ആവശ്യം, അത് പുനരുദ്ധരണത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ നന്ദി കാണിക്കുന്നവർക്ക് എന്തായാലും കൂടുതൽ തരുമെന്ന് പറയുമ്പോൾ നന്ദി പ്രകടിപ്പിക്കാൻ പല മാർഗങ്ങളുണ്ട്. പലരും പല രീതിയിലാണ് നന്ദി പ്രകടിപ്പിക്കുക. എന്നാൽ ശരിയായ ഒരു നന്ദി പ്രകടനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, നമുക്കൊരാൾ ഒരു ഗിഫ്റ്റ് തന്നു, ആ ഗിഫ്റ്റ് നമ്മൾ ഉപയോഗിച്ച് കാണുമ്പോഴല്ലേ തന്ന ആൾക്ക് സന്തോഷം ഉണ്ടാവാം. ഉപയോഗിക്കുക മാത്രമല്ല, അത് ഉപയോഗിച്ചു കൊണ്ട് നമ്മൾ അതിനെ വർദ്ധിപ്പിച്ച് കാണിക്കുമ്പോഴോ അതിലേറെ സന്തോഷം ഉണ്ടാക്കി തന്ന ആൾക്ക്. അപ്പൊ തന്ന ആൾക്ക് വീണ്ടും വീണ്ടും തരാനുള്ള തോന്നലുണ്ടാവും അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ വർധനവുണ്ടാക്കുക എന്നത് നന്ദി പ്രകടനത്തിന്റെ മറ്റൊരു തലമാണ്. നമുക്കൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ അറിവിനെ പലതാക്കി മാറ്റുമ്പോഴാണ് അതിനുള്ള ഏറ്റവും നല്ല ഗ്രാറ്റിറ്റ്യൂഡായിട്ട് മാറുന്നത് എന്നുള്ള. നിങ്ങൾക്കൊരാൾ 10 രൂപയുടെ സഹായം തന്നു, നിങ്ങളെന്നും അവരോട് പറയാം, നിങ്ങൾ എനിക്ക് 10 രൂപ തന്നു, നന്ദി ഉണ്ടിട്ടോ നന്ദി ഉണ്ടിട്ടോ. ശരിയാണ്, അത് ശരിയായി നന്ദി തന്നെ. എന്നാൽ അതിനപ്പുറത്തേക്ക് അയാൾ ആ 10 രൂപ തന്നപ്പോൾ ആ 10 രൂപ നിങ്ങൾ 100 ആക്കി, 1000 ആക്കി, 10,000 ആക്കി, എന്നിട്ട് 100 പേർക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ് 10 രൂപ വെച്ച് കൊടുക്കുമ്പം ആ 10 രൂപ തന്ന ആളുണ്ടല്ലോ, അവർക്ക് അപ്പയാണ് കൂടുതൽ സന്തോഷം ഉണ്ടാവുക. കാരണം എന്താ, നിങ്ങൾ എനിക്ക് 10 തന്നു, ഞാനിത് 100 പേർക്ക് 10 ആക്കി കൊടുത്തു എന്ന് പറയുമ്പം ആ കൊടുത്ത ആൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ ഗ്രാറ്റിറ്റ്യൂഡ് അതാണ്. അതുകൊണ്ടാണ് പറയുന്നത് വർധനവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതീത ശരിക്കും പറഞ്ഞാൽ ആ കിട്ടിയ അറിവുകളിലെല്ലാം വർധനവ് ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. പലപ്പോഴും നമുക്ക് കടപ്പാട് തീരാത്ത ഇടങ്ങളാണ് നമ്മുടെ ഗുരുമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ. അത് എല്ലായിടത്തും അങ്ങനെ തന്നെ, നമുക്ക് ഒരിക്കലും കടപ്പാട് തീരില്ല. അതുകൊണ്ട് നമുക്ക് കടപ്പാട് തീർക്കാൻ അവിടെ ശ്രമിക്കാതിരിക്കണം ഏറ്റവും നല്ലേ. രക്ഷിതാക്കളാണെങ്കിലും ഗുരുവാണെങ്കിലും. അതുകൊണ്ടാണല്ലോ മാതാപിതാ ഗുരു ദൈവം എന്നതിലേക്ക് നമ്മൾ ചേർന്ന് അതിലൂടെയാണല്ലോ. അതുകൊണ്ട് അവിടെ നമുക്ക് ഒരിക്കലും കടപ്പാട് തീരൂല. അപ്പൊ നമുക്ക് പിന്നെ എങ്ങനെ അത് തീർക്കാൻ വേണ്ടി പറ്റാം? അത് തീർക്കാൻ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം കിട്ടിയതിനെ വർദ്ധിപ്പിക്കുക എന്നത് മാത്രം. അതാണ് നമുക്ക് തിരിച്ചു നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതീത് അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇത്ര ആക്കിയെങ്കിൽ നമ്മൾ പറയാറുണ്ട്, ആദ്യത്തെ കുറച്ച് ഘട്ടങ്ങളിലാണ് കുറേ സമയം എടുക്കുക. കാരണം വിത്ത് മണ്ണിനോട് ചേർന്ന് മണ്ണിൻ്റെ ഭാഷ പഠിച്ച്, മണ്ണ് വിത്തിനെ പഠിച്ച്, അതിലേക്ക് വെള്ളം വന്ന് എല്ലാം ചേരുവകളും ചേർന്ന് ശരിക്കും പറഞ്ഞാൽ വിത്തിനെ കുഴിച്ചു മൂടിയതുപോലൊരു അവസ്ഥയിൽ മണ്ണിൻ്റെ അടിയിൽ കിടന്ന് പിന്നെ കുറച്ച് പവറൊക്കെ എടുത്തിട്ടും സപ്പോർട്ടോടും കൂടി വിത്തൊന്ന് പൊട്ടി മുളച്ച് പുറത്തേക്ക് വന്ന് ആയി വരാൻ കുറച്ച് സമയമാണ്. പക്ഷെ അത് പുറത്തേക്ക് വന്ന് കുറച്ച് സമയം കൂടി അത് സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിത്തിൽ നിന്ന് മുകളിലോട്ട് തണ്ടുകളും അതുപോലെ തന്നെ കൊമ്പുകളൊക്കെ ഉണ്ടായി വരുമ്പോൾ തന്നെ താഴോട്ട് വേര് ഇറങ്ങി തുടങ്ങും. അങ്ങനെ വേരിറങ്ങി വരുന്നതോറും വിത്തും മുകളിലോട്ട് വലിയ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടായിരിക്കും. ഇതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷം താഴോട്ട് ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന, വേര് ഊന്നുന്ന ഒരു പ്രക്രിയ ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയാണ് കൂടുതൽ വേഗത്തിൽ വളർച്ചകൾ ഉണ്ടാവുക. ആ വളർച്ച കാണാൻ കാത്തിരിക്കുകയാണ്. ശരിക്കും ബിസിനസ്സൊക്കെ പഠിപ്പിക്കുന്നവർ എന്നെ പറയാറുണ്ട്, 5 വർഷം ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ഒരാൾക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഗ്രോത്ത് ആർക്കും പിടിച്ചു വെക്കാൻ പറ്റാത്തതായിരിക്കും എന്നുള്ളതാണ്. അത് പടർന്നു പന്തലിക്കുമെന്നുള്ള. അപ്പം അതിൻ്റെ ആദ്യത്തെ 3 വർഷം പിന്നിട്ടിരിക്കുന്നു. അതിൽ തന്നെ ഗ്രേറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് സ്ത്രീകൾക്ക് അതീതയുടെ പ്രോഗ്രാം വലിയ സപ്പോർട്ടാണ്. എത്രയോ ആളുകളെ എംപവർ ചെയ്ത് കൊണ്ടുവരുന്നതിൽ അതീത ശ്രദ്ധിച്ചിട്ടുണ്ട്. കോച്ചിങ് കഴിഞ്ഞ ഉടനെ തന്നെ അതീത പൊസിഷൻ ചെയ്തത് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിമൺ എംപവർമെന്റിൽ ഫോക്കസ് ചെയ്യുന്നുള്ള. അപ്പോൾ അതീത എംപവർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരുപാട് പേരെ നമുക്ക് ചുറ്റിലും കാണാൻ വേണ്ടി പറ്റും. ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. ഓൾറെഡി ഉള്ളവരെ വളർത്തെടുക്കുന്നതിനേക്കാളും എഫേർട്ടാണ് ഇല്ലാത്തവരെ ആക്കിയെടുക്കുക എന്ന് പറയുന്നത്. ആ രീതിയിൽ അതിതൊക്കെ വലിയ വിജയം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം ഇനിയും യൂണിവേഴ്സിനോട് നിങ്ങളെല്ലാവരും ചേർന്നിരിക്കുക. യൂണിവേഴ്സിൻ്റെ ഈ വെളിച്ചം ഒരു യൂണിവേഴ്സലൈസ് ചെയ്ത് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനത്തെ വേളകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്കൊക്കെ തന്നെ നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് കുറച്ചുകൂടി ആവേശം ഉണ്ടാവുന്നതാണ്. കാരണം ചിലയിടത്ത് റിസൾട്ടുകൾ കാണുമ്പോൾ നമുക്ക് കൂടുതൽ ചെയ്യാനുള്ള ഉത്സാഹം ഉണ്ടായിരിക്കും. അപ്പം അത് ഇതേപോലെയുള്ളവരൊക്കെ റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ ശരിക്കും നമ്മളെ കൂടിയാണ് അത് ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദൗത്യബോധത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നും വെറുതെ അല്ല, ചെയ്തെടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാത്തത് സംഭവിക്കാനിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് കൂടി ഉണ്ടാവുന്നുണ്ട്.
അപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാവർക്കും എല്ലാവിധ വിഷസും ബ്ലെസ്സിങ്സും ഒക്കെ അറിയിക്കുകയാണ്. യൂണിവേഴ്സിറ്റി 4ഉം 5ഉം ഒക്കെ താണ്ടി വർഷങ്ങളോളം ഇവിടെ നിലനിൽക്കട്ടെ. ശേഷം അതീതയ്ക്ക് ശേഷം ഇത് ഏറ്റെടുത്ത് ഇങ്ങനെ പടർന്ന് പന്തലിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഇവിടെ അവസരം തന്നതിനും ഒരുപാട് 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 നന്ദി. വർധനവ് ഉണ്ടാവട്ടെ, വർദ്ധിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഈ വിദ്യ, ഈ അറിവ്, ഈ വെളിച്ചം എല്ലാവരുടെ ഹൃദയത്തിലേക്കും തുളച്ചു കയറി അവർക്കകത്തുള്ള ഹൃദയാന്തരങ്ങളിലെ വെളിച്ചത്തെ ഉണർത്തി അത് മറ്റുള്ളവരിലേക്കും പ്രകാശമായി മാറുന്നതിനോടൊപ്പം തന്നെ അത് ഒരുപാട് പേർക്ക് വഴികാട്ടലായി മാറട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ് വൺസ് അഗെയിൻ.